കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നായ പുതിയ തെരു മയ്യിൽ കൊളോളം റോഡിൽ ചരിത്രമുറങ്ങുന്ന പാടിക്കുന്നിന്റെയും ഗോപാലൻ പീടിക മുത്തപ്പൻ ക്ഷേത്രത്തിന്റെയും ഇടയിൽ പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിന്റെ എതിർവശത്തായി ഇക്കോ ടൂറിസം പാർക്കായ ഏബിൾ വില്ലേജ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും യുവാക്കൾക്കുമെല്ലാം ഒരുപോലെ ആസ്വദിക്കാവുന്ന നിരവധി സംഗതികൾ ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയും കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് അടക്കം പലതും വരാനിരിക്കുന്നുമുണ്ട്. നിലവിളക്ക് കൊളുത്തി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സാറ് നാടിന് സമർപ്പിച്ചു. നാട്ടുവാഴിത്വത്തിനെതിരെ നടത്തിയ കർഷകരുടെ ഐതിഹാസിക പോരാട്ടത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ നിന്നും ഉത്തര മലബാറിന്റെ ടൂറിസം ഭൂപടത്തിലേക്ക് ഇതാ സമർപ്പിക്കുന്നു ഏബിൾ വില്ലേജ്. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. പ്രിയമുള്ളവരെ, ഈ മന്ത്രി അല്ലാതെ നമുക്ക് ഇങ്ങനെ മനോഹരമായി പാടിത്തരാൻ ആരുണ്ട്? അവിടെ കൂടിയിട്ടുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും കയ്യടി നേടിയ ഒരു ലളിതഗാനം കൂടി പാടിയായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം. വഴിയിൽ കാണുന്നവരോടൊക്കെ കുശലാന്വേഷണം നടത്തി കുട്ടികളോടടക്കം സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെച്ച് അദ്ദേഹം മടങ്ങി. അദ്ദേഹം മടങ്ങിയതിന് ശേഷം അവിടെ നമ്മുടെ സംഘാടകരുടെ പായസ വിതരണം ഉണ്ടായിരുന്നു. വരുന്ന എല്ലാവർക്കും മധുരം വിളമ്പിയായിരുന്നു അവരുടെ സന്തോഷം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഞാനും രാജേഷും ഉണ്ടായിരുന്നു കൂടെ. ഞാനും രാജേഷും ഓരോ ഗ്ലാസ് പരിപ്പ് പ്രഥമൻ നന്നായി കുടിച്ചു. അടിപൊളി പായസമായിരുന്നു. പിന്നീട് അവിടെ കണ്ടതെന്ന് വിചാരിച്ചാൽ വേദിയിൽ ശിങ്കാരിമേളമായിരുന്നു. അടിപൊളി ശിങ്കാരിമേളം കുറച്ച് സമയം കണ്ട ശേഷം ഞങ്ങൾ പാർക്കിലേക്ക്. പ്രധാന കവാടത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് പഴക്കമേറിയ ഒരു ഗുഹ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്നാണ് പാടി തീർത്ഥം ആരംഭിക്കുന്നതും. ഈ പാടി തീർത്ഥമാണ് വളരെ അപൂർവം മാത്രം കണ്ണൂർ ജില്ലയിൽ 3 വിള നടക്കുന്ന കൊളച്ചേരിയിൽ വെള്ളം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാടി തീർത്ഥം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യവുമായി നിരവധി സമരങ്ങൾ നടന്ന് ആ പാടി തീർത്ഥം വളരെ ഭംഗിയായി സംരക്ഷിച്ച കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. ആ ടിക്കറ്റ് കൗണ്ടറിലുള്ള പ്രധാനപ്പെട്ട നമ്മുടെ കരവിരുതുകളാണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്നത്. ഇത് ടിക്കറ്റ് എടുക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത്. ആദ്യത്തെ ദിവസം സൗജന്യമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നീട് അവർ പറഞ്ഞു ഏതായാലും ഒരു കൈനീട്ടം എന്നുള്ള രീതിയിൽ 100 രൂപ വെച്ച് പകുതി ചാർജ് എല്ലാവരും തരണമെന്ന്. അകത്ത് കയറിയാൽ ഉടനെ നമുക്ക് വലതു ഭാഗത്തായിട്ട് പലതരം പുഷ്പ സസ്യ പ്രദർശനങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. അതെല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഇതിൻ്റെ അങ്ങേ അറ്റത്ത് പോയാൽ പാടിക്കുന്നിൻ്റെ താഴ്വരയുടെ അതിമനോഹര കാഴ്ച, ഇടത് ഭാഗത്തെത്തി കഴിഞ്ഞാൽ ഡാലിയകൾ പൂത്തു നിൽക്കുന്ന അതിമനോഹര കാഴ്ച, കാളക്കുട്ടന്മാർ കളവണ്ടി വലിക്കുന്ന ആ ഒരു പ്രതിമ കൂടി കണ്ട് ശേഷം നമ്മൾ അതിമനോഹരമായ കുറേയേറെ പപ്പായത്തോട്ടങ്ങൾ, അതായത് കായ്ച്ച് പഴുത്തു നിൽക്കുന്ന കാഴ്ചകൾ വരെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. പിന്നീട് റോസാപ്പൂക്കളുടെ അതിമനോഹര കാഴ്ച, പച്ചക്കറിയിൽ നാരുകളുടെ കലവറയായ താലോലിക്കയുടെ കാഴ്ച. ഞങ്ങൾ താലോലിക്ക എന്നാണ് പറയുക, മറ്റിടങ്ങളിൽ മറ്റു പേരുകളായിരിക്കും. പിന്നീട് ചുമർ ചിത്രങ്ങൾ, നമ്മുടെ നിരവധി കലാരൂപങ്ങൾ ചുമരിൽ വരച്ചു വെച്ചതായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നീട് നമ്മളെ സ്വീകരിക്കുന്നതെന്ന് വിചാരിച്ചാൽ പെറ്റ് സ്റ്റേഷനാണ്. പെറ്റ് സ്റ്റേഷനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണമെന്നില്ല. ഇതിനോടകം തന്നെ നമ്മളിൽ പലരും പെറ്റ് സ്റ്റേഷൻ നിരവധി കണ്ടവരായിരിക്കും. നിരവധി വിലപിടിപ്പുള്ള വലിപ്പമേറിയ വർണ്ണപ്പകിട്ടാർന്ന പക്ഷിമൃഗാദികൾ, അതുപോലെ തന്നെ പാമ്പുകൾ, എലികൾ, പല വർണ്ണങ്ങളിലുള്ള എലികൾ, അങ്ങനെ പലതുമാണ് ഇതിനകത്ത് അവർ സൃഷ്ടിച്ച് വെച്ചിട്ടുള്ളത്. ആ ഒരു കാഴ്ചകൾ കൂടി നിങ്ങൾ കാണുക.
അപ്പോഴത്തേക്ക് അതെല്ലാം മാറി ശ്വാസം അതൊക്കെ കണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പാടിക്കുന്നിൻ്റെ അതിമനോഹര കാഴ്ചകൾ കണ്ട് സെൽഫി എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ ഈ മത്സ്യത്തിൻ്റെ അകത്ത് നമ്മുടെ കൈക്കുമ്പിളിൽ കുഞ്ഞു കുഞ്ഞു മത്സ്യങ്ങളെ കോരിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പല വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങളെ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. കണ്ടില്ലേ? ഇതൊക്കെ നന്നായി ആസ്വദിച്ച ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭയാനകമായ ഗുഹക്കരികിലേക്കാണ് നമ്മളെത്തുക. അവിടെ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനകത്തേക്ക് കയറിയിട്ടില്ല. പിന്നീട് ഒരിക്കലാവാമെന്ന് കരുതി അവിടുന്ന് നീങ്ങി നേരെ പ്രഭാസിൻ്റെ ആ ഒരു പ്രതിമ, ശിവലിംഗം കയ്യിലെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രതിമ അവിടെയുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം നന്നായി ആസ്വദിച്ചു. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ. നേരത്തെ പറഞ്ഞ പാടി തീർത്ഥത്തിൻ്റെ കാഴ്ച നിങ്ങൾ കാണുന്നത്. അത് വീണ്ടും മനോഹരമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുന്നുണ്ട്, അതുകൂടി നിങ്ങൾ കാണുക. പിന്നീട് പശു ഫാമാണ്. നിരവധി വലിപ്പ ചെറുപ്പമുള്ള, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പശുക്കളെ വരെ ഞങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതും നമുക്ക് പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും, മുതിർന്നവർക്കും എല്ലാം ഒരു എന്താ പറയണ്ടേ, അത്ഭുത കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് നേരത്തെ ആ ഒരു കുട്ടികൾ നമുക്ക് ആ ഒരു മത്സ്യത്തിനെല്ലാം കണ്ടപ്പോൾ ഉള്ള, പക്ഷികളെല്ലാം കണ്ടപ്പോൾ ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞതാണ്. അവർ അത്രമാത്രം ഇതൊക്കെ കണ്ട് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ആ ഒരു വലിപ്പമുള്ള പശുക്കളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു നന്നായിട്ട് കുളം, അതിനിടയ്ക്ക് കുറച്ച് ഫിഷ് ടാങ്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെ ഈ ഒരു കുളം, ഇവിടുന്ന് കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മത്സ്യത്തിന് അവരവിടെ വളർത്തുന്നുണ്ട്. അതിന്ന് മീനെ പിടിച്ചിട്ട് കൈയോടെ നമുക്ക് ഫ്രൈ ചെയ്ത് തരും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാടി തീർത്ഥത്തിനെ സംരക്ഷിച്ച കാഴ്ച. ഇവിടുന്ന് വയലിലേക്ക് പോയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ 3 നില വിളവെടുക്കുന്ന നെല്ലിനെല്ലാം വെള്ളം കിട്ടുന്നത്. വീണ്ടും നമ്മൾ ചിൽഡ്രൻസ് പാർക്ക് കണ്ടു. താലോലിങ്ങ വളർത്തുന്നില്ലാണ് നിങ്ങൾ കാണുന്നത്. ഇതിനൊക്കെ ശേഷം കുതിരയുണ്ട്, അതുപോലെ തന്നെ നാടൻ മുയലുകളുണ്ട്, ആടുകളുണ്ട്. ഇതിനൊക്കെ ശേഷം നമ്മുടെ വിശിഷ്ടാതിഥിയായ ശ്വേതാ മേനോൻ അല്പം ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. സിനിമാ താരം ശ്വേതാ മേനോൻ വരുന്ന കുറച്ച് കാഴ്ചകളാണ് ഇനി അങ്ങോട്ടേക്ക്. കണ്ടില്ലേ? അമ്മ പ്രസിഡൻറ്റും അതുപോലെ തന്നെ സിനിമാ നടി, തെന്നിന്ത്യൻ സിനിമാ നടിയുമായ ശ്വേതാ മേനോനായിരുന്നു അന്നത്തെ ഒരു വിശിഷ്ടാതിഥി. ഫ്ലൈറ്റ് ലേറ്റായത് കാരണം അല്പം വൈകിയാണ് എത്താൻ വേണ്ടി പറ്റിയത്. എന്നാലും ജനങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന് അവരുടെ വരവ് നന്നായി ആസ്വദിച്ച കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്.
കുറച്ച് സ്ഥാപനങ്ങളുടെ, അതായത് ഇതിലെ ചിൽഡ്രൻസ് പാർക്കും മറ്റുമെല്ലാം നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തതും നമ്മുടെ ശ്വേതാമേനനായിരുന്നു. അങ്ങനെ ആ ഒരു ചടങ്ങുകളും അവരോടൊത്തുള്ള സെൽഫി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്താ പറയേണ്ടത്, അവസാന നിമിഷം ശ്വേതാമേനോനെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനുള്ള ഒരു സാഹചര്യം കൂടി എനിക്ക് ഒത്തു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പലതരം തിരക്ക് കാരണം വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടായിട്ടില്ല. അതെല്ലാം കൊണ്ടാണ് വീഡിയോ ലേറ്റ് ആയത്. എല്ലാവരും ക്ഷമിക്കുക. നേരത്തെ തരേണ്ടതായിരുന്നു. ആ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉദ്ഘാടനവും കാര്യമെല്ലാം നിങ്ങൾ കാണുന്നത്. അപ്പോൾ കൂടുതൽ ഇനി ഒന്നും പറയണമെന്നില്ല. നിങ്ങൾ നമ്മുടെ ഈ ഏബിൾ വില്ലേജ് ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടുതൽ മനസ്സിലാവുന്നതായിരിക്കും. ഈ ചിൽഡ്രൻസ് പാർക്കിലെ കാഴ്ചകളെല്ലാം നിങ്ങൾ കാണുന്നത്. അപ്പോൾ എല്ലാവരോടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ പറയുകയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.